നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പശ്ചിമേഷ്യയിലെ സംഘർഷം പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഹോട്ടലുകൾക്ക് പാചകവാതകം വിതരണം നിർത്തി. നാട്ടിക MLA CC മുകുന്ദനെ CPI പുറത്താക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ആവർത്തിച്ച് CC മുകുന്ദൻ MLA. CC മുകുന്ദനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. TN പ്രതാപനെതിരെ വ്യാപക പോസ്റ്ററുകൾ. K കരുണാകരനെ ചതിച്ച യുവദാസ് എന്നാരോപിച്ചാണ് പോസ്റ്ററുകൾ. പോസ്റ്റർ ഒട്ടിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ആശുപത്രിയിലെ സേവനങ്ങൾ മുടങ്ങരുതെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സമരം തുടരുമെന്ന് UNA. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസ് വിചാരണ കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ലഭിച്ചില്ലെന്നാരോപിച്ച് ചന്ദ്രബോസിന്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തെ പാചകവാതക വിതരണം കടുത്ത നിയന്ത്രണത്തിലേക്ക്. പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഹോട്ടലുകൾക്ക് പാചകവാതകം വിതരണം ചെയ്യുന്നത് നിർത്തി. ഇതോടെ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായി. പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കാൻ കേന്ദ്രം പ്രത്യേക സമിതിയെ നിയോഗിച്ചു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുടെ പരാതികൾ സമിതി പരിശോധിക്കും. ഗാർഹിക സിലിണ്ടർ ബുക്കിംഗിന് 25 ദിവസത്തെ ഇടവേള കഴിഞ്ഞ ദിവസം നിർബന്ധമാക്കിയിരുന്നു. LPG വിതരണത്തിൽ നേരിടുന്ന വെല്ലുവിളി കണക്കിലെടുത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം പെട്രോൾ, ഡീസൽ വില വർധന തൽക്കാലത്തേക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നാട്ടിക MLA CC മുകുന്ദനെ CPIയിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് പുറത്താക്കിയത്. നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനം വന്നതിന് ശേഷം പാർട്ടിക്കെതിരെ ഗുരുതരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് CC മുകുന്ദൻ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി അങ്ങോട്ട് ബന്ധപ്പെട്ട് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന പരസ്യ നിലപാട് സ്വീകരിച്ച് ഗുരുതരമായ കടുത്ത അച്ചടക്ക ലംഘനമാണ് CC മുകുന്ദൻ നടത്തിയിരിക്കുന്നതെന്നും പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടി. പാർട്ടി ജില്ലാ കൌൺസിൽ യോഗത്തിന്റെ അംഗീകാരത്തോടെ നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മുകുന്ദനെതിരെ നടപടിയെടുത്തത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് CC മുകുന്ദൻ MLA. പാർട്ടി മുൻപെടുത്ത തീരുമാനത്തിന് വ്യത്യസ്തമായ തീരുമാനമാണ് പുതിയ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാണുന്നതെന്നും അതിനോടുള്ള പ്രതിഷേധമാണ് പാർട്ടിയിൽ നിന്നുള്ള രാജിയെന്നും രാജിക്കാര്യം മണ്ഡലം സെക്രട്ടറിയെ വാക്കാൽ അറിയിച്ചിട്ടുണ്ടെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തുമ്പോൾ ചിലരെക്കുറിച്ച് പച്ചയായി പറയാനുണ്ടെന്നും CC മുകുന്ദൻ പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് തീരുമാനമെന്നും ആര് പിന്തുണച്ചാലും അതിനെ സ്വാഗതം ചെയ്യുമെന്നും ഗീതാഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും CC മുകുന്ദൻ വ്യക്തമാക്കി. പേയ്മെന്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ശരിയല്ല എന്നതാണ് തന്റെ നിലപാടെന്നും CC മുകുന്ദൻ പറഞ്ഞു. പാർട്ടി മുമ്പെടുത്ത നിലപാടിനനുസരിച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം വന്നതിനൊരു പ്രതിഷേധമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ പ്രതിഷേധം എന്തായാലും നാട്ടിൽ ഇറങ്ങിയത് പറയണമെന്ന് തോന്നുന്നു. ഇനി കുറേ അങ്ങനെ പ്രതിഷേധം പറഞ്ഞതിൻ്റെ പേരിൽ ആരും എന്നോട് ചർച്ച ചെയ്യാനോ സംസാരിക്കാൻ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ജനങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ ഇന്ന് പറഞ്ഞേക്കാളും വ്യത്യസ്തമായ ചിലരെക്കുറിച്ച് പച്ചയായി സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്തൊക്കെ വന്നാലും നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചില ആശയങ്ങൾക്ക് ചില തീരുമാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തായാലും എൻ്റേതൊരു പ്രവർത്തനം നടത്തി എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ്. ജയിക്കോ തോൽക്കോ എന്നല്ല പ്രശ്നം. ജനങ്ങളെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുന്ന ചിലരുടെ വികാരം പുറത്തു വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന വികാരങ്ങൾ പേരെടുത്ത് പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. CC മുകുന്ദനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, KPCC വിചാർ വിഭാഗ് നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക എന്നിവരാണ് എതിർപ്പുമായി രംഗത്തെത്തിയത്.
മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ പറഞ്ഞു. യുവാക്കൾക്ക് മത്സരിക്കാനുള്ള വേദിയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. പാർട്ടി നേതാക്കളെ നിലപാട് അറിയിക്കും. മുകുന്ദനും ഗീതാഗോപിക്കുമെതിരെ സമരം നടത്തിയത് വെറുതെയല്ല. മുൻപ് സമരം നടത്തിയ ആളുകൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നത് സാധിക്കില്ലെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഒരുപാട് ചെറുപ്പക്കാർ ഈ സംവരണ മണ്ഡലമായതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വരുന്ന ഈ ഒരു നിയമസഭ ഇലക്ഷൻ ഇത് രണ്ട് ടേമുള്ളൂ. ഇനി 25 കൊല്ലമാണ് ഇതിന്റെ സംവരണം. അപ്പോൾ ഒരു ടൈം കൂടിയാണ് ഈ സംവരണ മണ്ഡലമായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അവർക്ക് മത്സരിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാതിരിക്കാൻ ഒരു തിരുത്തലായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാർട്ടിക്ക് ഒരിക്കലും എതിരെ ഞങ്ങൾ നിൽക്കില്ല ഈ കാര്യത്തിൽ. കാരണം പാർട്ടിയെ ധിക്കരിച്ചോണ്ട് മുന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. കെ കരുണാകരനെ ചതിച്ച യൂദാസ് എന്ന പേരിൽ കോൺഗ്രസ് നേതാവ് TN പ്രതാപനെതിരെ വ്യാപക പോസ്റ്ററുകൾ. സേവ് കോൺഗ്രസിന്റെ പേരിൽ തൃശൂർ പ്രസ് ക്ലബിന്റെ ചുവരിലും പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിന് സമീപവുമാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. TN പ്രതാപനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രസ് ക്ലബ് പരിസരത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ UNA നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരത്തിലിടപെട്ട് ഹൈക്കോടതി. നഴ്സുമാരുടെ സമരത്തെ തുടർന്ന് ആശുപത്രിയിലെ സേവനങ്ങൾ മുടങ്ങരുതെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. നഴ്സുമാരുടെ സമരം ആശുപത്രി സേവനങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും എസ്മ പ്രയോഗിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. സർക്കാരും തൊഴിൽ വകുപ്പും ആശുപത്രികളിലെ സേവനങ്ങൾ മുടങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ആശുപത്രികളിൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജോലി ചെയ്യാൻ തയ്യാറാകുന്ന നഴ്സുമാരെ യൂണിയൻ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി നിർദ്ദേശം. അതേസമയം സമരം തുടരുമെന്ന് UNA നേതാക്കൾ അറിയിച്ചു. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് UNA നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. നഴ്സുമാരുടെ മിനിമം വേതനം 40,000 ആക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് തൃശൂരിലും സമരം നടത്തുന്നത്. തൃശൂരിലെ 8 ആശുപത്രികളിൽ 4 ആശുപത്രികൾ UNA ആവശ്യം അംഗീകരിച്ചതോടെ ഇവിടെയുള്ള നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇനി ശമ്പള വർധനവ് നടപ്പിലാക്കാനുള്ള ജൂബിലി മിഷൻ, അമല, അശ്വനി, ചന്ദ്രമതി എന്നിവിടങ്ങളിലെ 100 കണക്കിന് നഴ്സുമാരാണ് സമരവുമായി മുന്നോട്ടു പോകുന്നത്. സമരം ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തെ ഉൾപ്പെടെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് നഴ്സുമാരുടെ തീരുമാനം. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ലഭിച്ചില്ലെന്നാരോപിച്ച് ചന്ദ്രബോസിന്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യവസായി മുഹമ്മദ് നിഷാമിനോട് ചന്ദ്രബോസിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനായിരുന്നു വിചാരണ കോടതി ഉത്തരവ്.
നിഷാം ഈ തുക നൽകുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അത് നൽകണമെന്നാണ് വിചാരണ കോടതി ഉത്തരവെന്ന് ജമന്തി ചന്ദ്രബോസ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെ നിഷാം നൽകിയ ഹർജിയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഉത്തരവുണ്ടായാൽ ഈ നഷ്ടപരിഹാരവും നഷ്ടമാകില്ലേ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. എന്നാൽ നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ജമന്തി ചന്ദ്രബോസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ വാദം കേൾക്കാമെന്ന് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഗണേഷ് കുമാർ മാപ്പ് പറഞ്ഞതായി ഭാര്യ ബിന്ദു മേനോൻ. കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പ്രതികരണങ്ങൾ വൈകാരികമായിരുന്നുവെന്നും ഇനി വിവാദങ്ങളുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. രാവിലെ ഗണേഷ് കുമാർ തന്നെ ഫോണിൽ വിളിച്ചുവെന്നും ഇതൊരു കുടുംബ പ്രശ്നമാണെന്നും ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയമേയുള്ളൂവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. ഗണേഷ് കുമാറിനെ വ്യക്തിപരമായി ഉപദ്രവിക്കാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാമെന്ന് ഗണേഷ് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഗണേഷിനെതിരെ പരാതി നൽകില്ല. ഗുരുവായൂർ നഗരസഭയിൽ അമൃത് കുടിവെള്ള പദ്ധതിക്കായി അനുവദിച്ച 10 കോടി രൂപ നഷ്ടമായത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം. പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ കൌൺസിലിന് ഉറപ്പു നൽകി. പൂക്കോട് മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി സംഭരണ ടാങ്ക് സമയബന്ധിതമായി നിർമ്മിക്കാൻ കഴിയാത്തതാണ് 10 കോടി രൂപ നഷ്ടപ്പെടാനിടയാക്കിയത്. ഫണ്ട് നഷ്ടപ്പെടാൻ കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പദ്ധതി പൂർത്തീകരണത്തിനായി അമൃത് മിഷൻ ഡയറക്ടർക്ക് കത്ത് നൽകാൻ കൌൺസിൽ തീരുമാനിച്ചു. അമൃത് ഗാർഹിക കുടിവെള്ള പദ്ധതിയിൽ കൂടുതൽ വീടുകൾക്ക് കണക്ഷൻ നൽകും. അപേക്ഷ നൽകിയിട്ടും കണക്ഷൻ ലഭിക്കാത്ത 1000-ഓളം പേരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കും. ഇതിനായി 1 കോടി രൂപ നഗരസഭ അധികം നൽകാനും കൌൺസിൽ തീരുമാനിച്ചു. കൌൺസിൽ ഹാളിൽ പുതിയതായി സ്ഥാപിച്ച മൈക്ക് സംവിധാനത്തിനെതിരെ പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചു. 46 കൌൺസിലർമാർക്കും ഇരിപ്പിടത്തിൽ തന്നെ പ്രത്യേക മൈക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മൈക്കുകൾ ഇരുന്നു സംസാരിക്കാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൌൺസിൽ മര്യാദയനുസരിച്ച് സംസാരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മൈക്ക് വളരെ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. മൈക്ക് സംവിധാനം സ്ഥാപിച്ചതിലെ അശാസ്ത്രീയത പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോടാണ് ചൂണ്ടിക്കാട്ടിയത്. പ്രശ്നം പരിഹരിക്കാമെന്ന് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉറപ്പു നൽകി. TCV ന്യൂസ്, ഗുരുവായൂർ. വരന്തരപ്പള്ളി അമ്മുകുളം പട്ടികജാതി ഉന്നതിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അമ്മുകുളം ഊളക്കയ്യൻ വേലായുധന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട് വീണ സമയത്ത് വേലായുധന്റെ ഭാര്യ ഓമന, മരുമകൾ അശ്വതി എന്നിവർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കിഡ്നി രോഗബാധിതനായ വേലായുധൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലപ്പഴക്കമാണ് വീട് തകരാൻ കാരണമെന്ന് പറയുന്നു. വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ബൈക്കിൽ കാറിടിച്ച് കള്ളുഷാപ്പ് മാനേജർ മരിച്ചു. വാടാനപ്പള്ളി ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ രാജീവാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി കോൺഗ്രസ് ഓഫീസിന് സമീപം തിങ്കളാഴ്ച രാത്രിയായിരുന്നു അപകടം. കാഞ്ഞാണി മഞ്ചാടി ഷാപ്പിലെ മാനേജറായ രാജീവ് ഷാപ്പ് അടച്ച ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് എതിരെ നിന്ന് അമിത വേഗതയിൽ വന്ന കാർ ഇടിച്ചത്. ഗുരുതര പരിക്കേറ്റ രാജീവിനെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. പഴഞ്ഞി പെങ്ങാമുക്കിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പുത്തൻപള്ളി സ്വദേശികളായ ഗോകുൽ, സുധാകരൻ, ഇതര സംസ്ഥാന തൊഴിലാളി ഗോൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറക്കൽ ഭാഗത്തു നിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപത്തെ തിരിവിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളും ഭാഗികമായി തകർന്നു. ആമ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കലുങ്കിൽ ഇടിച്ചുമറിഞ്ഞ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനായ മാടായിക്കോണം സ്വദേശി അബ്ദുൾ ജമാൽ നിയാസിനാണ് പരിക്കേറ്റത്. ത്യാഗരാജാർ പോളിടെക്നിക്കിന് മുന്നിലെ വളവിലായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് പൂക്കടയുടെ ഇരുമ്പ് തട്ടിൽ ഇടിച്ച ശേഷം കലുങ്കിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ചേർന്നാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരിടവേള കൂടി.
വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഓൾ കേരള ചിട്ടി ഫോർമൻസ് അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ചിട്ടി ആരംഭിക്കാൻ സർക്കാർ അനുമതിക്കുള്ള കാലതാമസം അവസാനിപ്പിക്കുക, കുറി തുടങ്ങാൻ കെട്ടിവെക്കുന്ന സെക്യൂരിറ്റി സംഖ്യ തിരിച്ചു കിട്ടാനുള്ള കാലതാമസം ഒഴിവാക്കുക, രജിസ്ട്രേഷൻ വകുപ്പിൽ ചിട്ടി സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അസോസിയേഷൻ ചെയർമാൻ ഡേവിസ് കണ്ണനായ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി VT ജോർജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T വർഗീസ് ജോസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി KV ശിവകുമാർ, വൈസ് ചെയർമാൻ രഞ്ജിത്ത് ഡേവിസ് ആറ്റത്തറ, പ്രോഗ്രാം കൺവീനർ CR ജേസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MP TN പ്രതാപൻ സമരവേദിയിലെത്തി പ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കരാറുകാരുടെ ബിൽ കുടിശ്ശിക ഉടൻ നൽകുക, വർദ്ധിപ്പിച്ച ഫീസുകളും പിഴത്തുകകളും പിൻവലിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മുൻ MP TN പ്രതാപൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് UN രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ താലൂക്ക് പ്രസിഡന്റ് KD ബിജു, രക്ഷാധികാരി പാവു ജോസഫ്, TR സുരേഷ്, OG ബാബു, K മനോജ് കുമാർ, NP ഡേവിസ്, KD ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കള്ളുചെത്ത് വ്യവസായത്തോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ടോഡി ആൻഡ് അബ്കാരി മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം ഉദ്ഘാടനം ചെയ്തു. AC കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, MB സുധീഷ്, K ഹരീഷ്, VT രാജീവ്, NB രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റാന്വേഷണ രംഗത്തെ മികവിനുള്ള സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് തൃശൂർ സിറ്റിയിലെ 5 പോലീസ് ഉദ്യോഗസ്ഥർ അർഹരായി. SHO A അജീഷ്, നർക്കോട്ടിക് SI P രാഗേഷ്, ASI TV ജീവൻ, സിവിൽ പോലീസ് ഓഫീസർ MS ലിഗേഷ്, ASI EC പ്രതീഷ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 2025 ജൂലൈ 2-ന് കണ്ണൂർ സ്വദേശിയായ യുവാവിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആന്ധ്രയിലെ മയക്കുമരുന്ന് നിർമ്മാണം കണ്ടെത്തിയ കേസിലാണ് ഉദ്യോഗസ്ഥൻ ബാഡ്ജ് ഓഫ് ഓണറിന് അർഹരായത്. ചൊവ്വാഴ്ച രാവിലെ തൃശൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അരങ്ങേറിയത് സർക്കാരിനെതിരെയുള്ള സമര പരമ്പര. 100 കണക്കിന് ആളുകളാണ് സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റ് പരിസരത്ത് തടിച്ചുകൂടിയത്. സ്വകാര്യ ചിട്ടി സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ കേരള ചിട്ടി ഫോർമെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് സമരം സംഘടിപ്പിച്ചത്. ചിട്ടിയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തൊട്ടടുത്ത് തന്നെയായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധം അരങ്ങേറി. കള്ള് വ്യവസായത്തോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ടോഡി ആൻഡ് അബ്കാരി സംഘത്തിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ നടത്തി. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അനിശ്ചിതകാല സമരം ഉൾപ്പെടെ 4 സമരങ്ങൾ ഒരേ സമയം കളക്ടറേറ്റ് പരിസരത്ത് അരങ്ങേറിയതോടെ സിവിൽ സ്റ്റേഷൻ പരിസരം ശബ്ദ കോലാഹലത്തിൽ മുങ്ങി. ഈ ഭാഗത്ത് ഗതാഗത കുരുക്കിനും സമര പരമ്പര ഇടയാക്കി. TCV ന്യൂസ് തൃശൂർ. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഉപയോഗശൂന്യമായ പാറമടയ്ക്ക് സമീപത്തെ പറമ്പിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി.
വിറകെടുക്കാൻ വന്ന സ്ത്രീകളാണ് ഇത് കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസും ഇരിങ്ങാലക്കുടയിൽ നിന്ന് എക്സൈസ് സംഘവും സ്ഥലത്തെത്തി. സംഭവത്തിൽ പോലീസും എക്സൈസും അന്വേഷണം ആരംഭിച്ചു. വാഹനത്തിൽ കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി പറമ്പിലേക്ക് തള്ളിയ നിലയിലാണ്. പ്രധാന റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ഇവ ഉപേക്ഷിച്ചിരിക്കുന്നത്. ചാക്കുകളിൽ നിന്ന് വേർതിരിച്ച ശേഷം പുകയില ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് വാർഡംഗം ഷീബ സന്ദീപ് അറിയിച്ചു. വരന്തരപ്പള്ളി SHO KN മനോജിന്റെ നേതൃത്വത്തിൽ പോലീസും ഇരിങ്ങാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുരളീധരന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് ഇൻസ്പെക്ടർ നീന മാത്യുവും സ്ഥലത്തെത്തിയിരുന്നു. പെരിങ്ങോട്ടുകരയിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. താന്യം വലിയകത്ത് ബാദുഷയുടെ മകൾ 17 വയസ്സുള്ള ബാദിറയാണ് മരിച്ചത്. വീടിന് സമീപത്തെ വഴിയിലാണ് കുഴഞ്ഞു വീണത്. ഉടൻ പടുവിൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ പബ്ലിക് ലൈബ്രറി എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തിവന്ന ദ്വിദിന പണിമുടക്ക് സമാപിച്ചു. സമാപന യോഗം CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. VV പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് മാളിയേക്കൽ, സെക്രട്ടറി P വിജയൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി TN റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, 8 ഗഡു ക്ഷാമബത്ത മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, അർഹതപ്പെട്ട അവധികൾ നിഷേധിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. ചാവക്കാട് മണത്തല ബേബി റോഡിലെ ആക്രിക്കടയിൽ തീപിടുത്തം. ബേബി റോഡ് കണ്ടരശ്ശേരി സിജിനിന്റെ ആക്രിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. തീ ആളിപ്പടർന്ന് സമീപത്തെ വീടിനും ഭാഗികമായി കേടുപാട് സംഭവിച്ചു. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേന എത്തി തീയണച്ചു. കടയിലെ മാലിന്യത്തിൽ നിന്നാണ് തീ ആളിപ്പടർന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,885, പവന് 1,19,080. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പശ്ചിമേഷ്യയിലെ സംഘർഷം പാചകവാതക വിതരണം ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഹോട്ടലുകൾക്ക് പാചകവാതകം വിതരണം നിർത്തി. നാട്ടിക MLA CC മുകുന്ദനെ CPI പുറത്താക്കി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ആവർത്തിച്ച് CC മുകുന്ദൻ MLA. CC മുകുന്ദനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. TN പ്രതാപനെതിരെ വ്യാപക പോസ്റ്ററുകൾ. K കരുണാകരനെ ചതിച്ച യൂദാസ് എന്നാരോപിച്ചാണ് പോസ്റ്ററുകൾ. പോസ്റ്റർ ഒട്ടിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ആശുപത്രിയിലെ സേവനങ്ങൾ മുടങ്ങരുതെന്ന് സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സമരം തുടരുമെന്ന് UNA. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസ് വിചാരണ കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ലഭിച്ചില്ലെന്നാരോപിച്ച് ചന്ദ്രബോസിന്റെ ഭാര്യ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.